ഇന്നലെ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാലോടിന്റെ അടുത്തുള്ള സുമതി അളവിൽ കുറച്ച് പയ്യന്മാർ വന്നിട്ട് പാർട്ടിയായിട്ട് വണ്ടിയിലെ പാർട്ടിയായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഡാൻസും പാട്ടൊക്കെ കളിക്കുന്നത്. സോ അവിടെ അവർ പറയുന്നത് വെച്ചാൽ അവിടെ ഒന്നുമില്ല, ജസ്റ്റ് വെറും കെട്ടുകഥകളെന്നാണ്. പക്ഷേ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ എന്താണെന്ന് പറഞ്ഞു. സോ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലവും ആ സ്ഥലത്ത് നടന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയും ഇൻസിഡന്റും എല്ലാം റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അത് അവിടുത്തെ നാട്ടുകാർക്ക് ചോദിച്ചാലും അറിയാം, അവരോടുള്ള ആ പരിസരത്തുള്ള ആർക്കും ചോദിച്ചാലും പെർഫെക്റ്റ് ആയിട്ട് അവർ ആ ഒരു സ്റ്റോറി പറഞ്ഞു തരും. നിങ്ങൾ കേട്ടതിനേക്കാളും അപ്പുറമായിട്ട് അവർ പറഞ്ഞു തരും, ഉറപ്പായും പറഞ്ഞു തരും. പിന്നെ അത് മാത്രമല്ല, ആ ഒരു സ്ഥലത്ത് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരുപാട് ഇൻസിഡൻസും റിയൽ ആണെന്നും അവിടുത്തെ നാട്ടുകാരെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈവൻ നമ്മുടെ 2K കിഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഇവരെല്ലാവരും ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്നും പറഞ്ഞിട്ട് ആ ഒരു ഏരിയ ചെന്നിട്ട് ഉല്ലസിക്കുന്നതും ഫ്രണ്ട്സുമായിട്ട് പോയിട്ടൊന്ന് ചില്ലാവുന്നതും എല്ലാം നിങ്ങൾക്ക് പല റീലിലുമായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിൽ കുറച്ച് കഥകൾ, അതുപോലെ തന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കേസ്, ഈ ഒരു സ്റ്റോറി ഒറിജിനലായിട്ട് നടന്നതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s-ലോ 80s-ലോ ആണ് ഈ ഒരു കഥ റിയൽ ആയിട്ട് അവിടെ നടന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ കഥ അറിയായിരിക്കും, നിങ്ങൾ വേറെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലവരിത് വിശ്വസിക്കും, ചിലവരിത് വിശ്വസിക്കില്ല. എന്നാൽ ചിലവര് ഓരോ ഇൻസിഡന്റ് ആയിട്ട് പറയും. ഇവൻ രാത്രി 12 മണിക്ക് അതുവഴി പോകുമ്പോൾ പല രൂപങ്ങളും കണ്ടു, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് നിന്ന് പോകും, പുതിയ വണ്ടി വരെ അവിടെ നിന്ന് പോകും, ചിലപ്പോൾ പഞ്ചറായി പോകും. അങ്ങനത്തെ പല ഇൻസിഡൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞ ഈ ഒരു ചെറിയൊരു ഫിയർ അല്ലെങ്കിൽ ഈ ചെറിയൊരു പേടി അവിടുത്തെ നാട്ടുകാർക്കും ഉണ്ട്. ഈ ഒരു 7:30 മണി കഴിഞ്ഞാൽ അതുവഴി പോകുന്ന വണ്ടികൾ വളരെ കുറച്ചാണ്. അത് ആ ഒരു പാലോട് റൂട്ട്, ആ ഒരു പാലോട് ട്രിവാൻഡ്രം റൂട്ട് പോകുന്നത് വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നടക്കുന്നത്. പിന്നെ ഉള്ളത്, ഈവൻ ഈ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് എനർജി അവിടെ എത്തുമ്പോൾ ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റോറി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കേട്ട ഭാവത്തിലായിരിക്കും എല്ലാവരും ആ വഴി പോകുന്നത്. അപ്പോൾ ആ വഴി ജസ്റ്റ് ടച്ച് ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു ഫിയർ ആണ്, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 2 തരം എനർജിയാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവും, 2 നെഗറ്റീവ്. നമ്മളിപ്പോൾ ഒരു കാര്യം നെഗറ്റീവ് എനർജി, അതായത് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സംഭവം, നമ്മൾ എന്തൊരു കാര്യമാവട്ടെ അത് നെഗറ്റീവായിട്ടാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് നെഗറ്റീവായിട്ട് നടക്കൂ. ഈവൻ അത് പോസിറ്റീവ് ആണെങ്കിൽ ദർ വിൽ ബി 75% പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുക തന്നെ ചെയ്യാം. ഇതാണ് ഈ ഒരു സുമതി വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുന്നത്. ഈ ഒരു സുമതി വളവ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഓരോരുത്തർ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴേ ഈ നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിൽ നടക്കുകയും പിന്നീട് ഈ ഒരു എനർജിയാണ് അതൊരു റിയാലിറ്റി ആയിട്ട് അവിടെ കൺവേർട്ട് ആയി മാറുക. അത് നമ്മുടെ തലച്ചോറ് കളിക്കുന്ന ഒരു ചെറിയൊരു കളിയും കൂടെയാണ്. സോ എന്നാൽ ഈ ഒരു കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റീൽസിൽ കണ്ടപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ചെന്നിട്ട് ചില്ലടിച്ച് കിടക്കുന്ന, അവരുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് അവരവിടെ ഇത്ര ധൈര്യത്തോടെ ചെന്ന് നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് നിൽക്കുന്നത്. ഈവൻ ഫ്രണ്ട്സുമായിട്ട് പോകുന്നവർ കാണും, അല്ലെങ്കിൽ 2 പേരായിട്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് ഒരുത്ത് അവിടെ ചെന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കും. സോ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ ഒരു എനർജീസ് ഉണ്ട്. ആ ഒരു എനർജീസ് ആണ് നമ്മുടെ തോട്ട്സ് റിയാലിറ്റിയിലോട്ട് മാറ്റുന്നത്. ഈവൻ നമ്മൾ വെറുതെ ചിന്തിക്കുന്ന ഓരോ ഫിഗേഴ്സ്, നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഹൊറേഴ്സിന്റെ ഫിഗേഴ്സ് നമ്മൾ പെട്ടെന്ന് കാണുന്നു എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നെഗറ്റീവ് എനർജി കാരണം നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കുന്ന ഒരു തരം റെസ്പോൺസ് ആണ്. സോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ ഹൊറേഴ്സ് അല്ലെങ്കിൽ പ്രേതങ്ങൾ, ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഉള്ളതാണോ ഇല്ലയെന്ന് ജസ്റ്റ് നിങ്ങളുടെ കമന്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലൂടെ എന്താണെന്ന് വിശദീകരിച്ച് കമന്റിലൂടെ അറിയിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്ക്